കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടു, അതായത് കവിത ഗർഭിണിയായതുകൊണ്ട് രജിതയെ എല്ലാവരും മച്ചി എന്ന് വിളിക്കുന്നത് അവൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് കവിതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവൾ അവളുടെ അമ്മയുടെ സഹായത്തോടെ വിഷം കവിതയ്ക്കുള്ള പാലിൽ കലക്കി അവൾ സ്വയം അത് കവിതയ്ക്ക് കൊണ്ടുകൊടുക്കുന്നു. കവിത അത് കുടിച്ച് വയറുവേദന സഹിക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. ഇനി എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കാണാം. വിവാൻ നഴ്സിംഗ് ഹോമിലെ ഡോക്ടറുടെ മുറിയായിരുന്നു അത്. അവിടെ ഡോക്ടർ അവളുടെ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കവിതയുടെ ഭർത്താവ് മനോഹറും അഭിരാമും വളരെയധികം ടെൻഷനിലാകുന്നു. തൊട്ടടുത്തുള്ള മുറിയിൽ കവിത വേദന സഹിക്കാൻ വയ്യാതെ ഉറക്കെ നിലവിളിച്ച് ഇങ്ങനെ കരയുകയായിരുന്നു. ആ അമ്മയെ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ. ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈ കൂപ്പുന്നു. കാലിൽ വേണമെങ്കിൽ വീഴാം. എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ. ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൾ സുഭദ്രയോട് പറയുന്നു. സുഭദ്രയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ, അവളുടെ സങ്കടം കാണാൻ വയ്യാതെ അവൾ സങ്കടത്തോടെ റൂമിന് പുറത്തേക്കിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അപ്പോൾ അവൾ അവിടെ ഒരു ഗണപതി ഭഗവാന്റെ വിഗ്രഹം കാണുന്നു. അവൾ ആ വിഗ്രഹത്തിനടുത്തേക്ക് പോകുന്നു. അവൾ കൈ കൂപ്പിക്കൊണ്ട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്റെ ഭഗവാനെ, ഇതെന്ത് പരീക്ഷണമാണ്. എന്റെ മരുമകളുടെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. കുഞ്ഞിന്റെയും അമ്മയെയും നീ വേണം സുരക്ഷിതമായി നോക്കാൻ. അത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ അങ്ങോട്ടേക്ക് ഓടി വരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുന്നു. നോക്കൂ, നിങ്ങളുടെ മരുമകൾ അവിടെ വേദന കാരണം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്തവും വല്ലാതെ പോകുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരൂ. ഇങ്ങനെ പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ടതും അമ്മായിയമ്മ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. കവിതയാണെങ്കിൽ അവിടെ വേദന സഹിക്കാൻ വയ്യാതെ കരയുകയായിരുന്നു. എന്നെ കൊന്നുകളഞ്ഞേക്ക്, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. കവിത ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ കൊന്നാ നിന്റെ കുഞ്ഞും മരിക്കും. എന്താ, നിന്നെ കൊല്ലട്ടെ? വേണ്ട വേണ്ട, എന്റെ കുഞ്ഞിനെ കൊല്ലണ്ട. എന്റെ കുഞ്ഞിന് വേണ്ടി എത്ര വേദന സഹിക്കാനും ഞാൻ തയ്യാറാണ്. എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് സിസ്റ്റർ. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. നോക്ക്, നിന്റെ കുഞ്ഞിനെ നിനക്ക് തരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നീ കുറച്ചു നേരം ഒന്ന് പിടിച്ചു നിൽക്ക്. ഇവിടെ ചിലരൊക്കെ 10 മണിക്കൂറോളമാണ് ഈ വേദന സഹിച്ചു നിൽക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് നഴ്സ് ഒരു ഇഞ്ചക്ഷൻ അവൾക്ക് കൊടുക്കുന്നു. സിസ്റ്റർ അവിടെ നിന്ന് ഡോക്ടറുടെ മുറിയിലേക്ക് പോകുന്നു. വാട്ട് സിസ്റ്റർ, എന്താ പറ്റിയത്? ഡോക്ടർ, ഇപ്പൊ തന്നെ 4 ഇഞ്ചക്ഷനും പെയിൻ കില്ലറും കൊടുത്തു. ഇപ്പോഴും വേദനയ്ക്ക് ഒരു കുറവുമില്ല. അതുമാത്രമല്ല, ഹെവി ബ്ലീഡിങ്ങും ആണ് അവൾക്കുള്ളത്. പാവം, അവളുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഡോക്ടർ. സിസ്റ്റർ, ഓപ്പറേഷന് തയ്യാറെടുക്കൂ, പെട്ടെന്ന്. ഓക്കെ സർ. നഴ്സ് അവിടെ നിന്ന് വേഗം തന്നെ പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് മനോഹറും അരവിന്ദും നിൽക്കുന്നുണ്ടായിരുന്നു. മനോഹർ ഇതെല്ലാം കേട്ട് കരയാൻ തുടങ്ങി. അരവിന്ദിന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ കുറച്ച് പേപ്പേഴ്സ് കൊണ്ടുവന്ന് മനോഹറിന് കൊടുക്കുന്നു. ഇതിലൊക്കെ ഒപ്പിടൂ. നേരം വൈകിയാൽ ജീവൻ പോലും അപകടത്തിലാവും. ചേട്ടാ, സൈൻ ചെയ്യൂ. ഏടത്തിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. മനോഹർ പെട്ടെന്ന് തന്നെ അത് സൈൻ ചെയ്തു കൊടുക്കുന്നു. ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. കവിതയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നു. കവിത അവളുടെ ഭർത്താവ് മനോഹറിന്റെ കയ്യിൽ കൈവച്ച് കരയുന്നു. ഏട്ടാ, ജീവനോടെയുള്ള കവിതയെ ഇപ്പൊ കണ്ടോളൂ. ഇല്ല കവിത, അങ്ങനെ പറയല്ലേ. നിനക്കൊന്നും സംഭവിക്കില്ല. എന്റെ ജീവൻ കൊടുത്തായാലും ഞാൻ നിന്നെ രക്ഷിക്കും. ധൈര്യമായിരിക്കൂ, ഒന്നും പറ്റില്ല. അമ്മേ, മോള് ധൈര്യമായിട്ടിരിക്കെ. ഗണപതി ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. മോള് ധൈര്യം കൈവിടരുത്. നിങ്ങളെയൊക്കെ ഇനി എനിക്ക് കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഏടത്തി. ധൈര്യമായിരിക്കൂ. എത്രത്തോളം ധൈര്യമുണ്ടോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. കവിതയെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. മുറിയുടെ മുന്നിലായി ചുവന്ന ബൾബ് കത്താൻ തുടങ്ങി. അരവിന്ദ്, മനോഹർ, സുഭദ്ര 3 പേരും ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്നു. വീട്ടിൽ രജിത അവളുടെ മുറിയിൽ നിൽക്കുന്നു. അപ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നു. ഫോണിൽ അമ്മ കോളിംഗ് എന്ന് കാണിക്കുന്നു. ഇത് കണ്ട് അവൾ ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നു. അമ്മേ, എന്താ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ, നിന്റെ ഏട്ടത്തിയമ്മ ഗർഭിണിയായ ആ കവിത. അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഞാനൊരു 100 വട്ടമായി പറയുന്നു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ട. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞോളാം. 100 വട്ടമല്ല, ഒരു 1000 വട്ടം ആയിക്കോട്ടെ. എന്തായാലും ഔട്ട് ഗോയിങ് കോൾ അൺലിമിറ്റഡ് അല്ലേ? അമ്മയ്ക്ക് എന്റെ ഏട്ടത്തിയമ്മയുടെ മരണവാർത്തയാണോ അറിയേണ്ടത്? മോളെ,
നിന്റെ അമ്മ അത്ര ദുഷ്ടയൊന്നല്ല. എനിക്ക് നീ വിഷമിക്കാതിരിക്കണം, അതാണ് പ്രധാനം. അവളുടെ കുട്ടി ഇല്ലാതായി, അവൾക്കിനി ഒരിക്കലും മക്കളുണ്ടാവില്ല എന്നറിഞ്ഞാൽ എനിക്ക് സമാധാനമായി. അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും മക്കളില്ലാതെ ഒരുപോലെ ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയാമല്ലോ. നീ പിന്നെ ഒരിക്കലും കരയില്ലല്ലോ. എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അത് കേട്ട് അമ്മ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. ഇപ്പൊ എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അദ്ദേഹമാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്നാ നിന്റെ അമ്മായിയമ്മനെ വിളിക്കേ. അവരുടെ കയ്യിൽ ഫോണില്ലേ? അമ്മായിയമ്മയുടെ കയ്യിൽ ഫോണില്ല. ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത്. എന്നാൽ നീ ചേട്ടനെ വിളിച്ചു നോക്ക്. ചേട്ടനെയോ? ആ, ചേട്ടനെ തന്നെ. ഒരു അത്യാവശ്യ സമയത്ത് വിളിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. ചേച്ചിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറ. ശരി, എന്നാൽ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് എന്താ വിവരം എന്നുള്ളത് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയാം. അപ്പോൾ തന്നെ രജിത ചേട്ടനെ വിളിക്കുന്നു. ചേട്ടന്റെ ഫോണും അരവിന്ദിന്റെ കയ്യിലായിരുന്നു. അരവിന്ദ് ഫോൺ നോക്കി കോൾ എടുക്കുന്നു. രജിത, ഏടത്തി ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാ ശരിയാവുക? ഇപ്പോ കവിത ചേച്ചിക്ക് എങ്ങനെയുണ്ട്? അറിയില്ല, ഇതുവരെ പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ടിൽ വിഷം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരത് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏടത്തി പുറത്തു വരുമ്പോൾ ഇതും ചോദിക്കണം, എന്തിനാണ് വിഷം കഴിച്ചത്, എന്താ സംഭവിച്ചതെന്ന്. ഇത് കേട്ട് രജിത ചെറുതായൊന്ന് പേടിക്കുന്നു. പക്ഷേ തന്റെ പെരുമാറ്റത്തിൽ നിന്നും ഭർത്താവിന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അവൾ എങ്ങനെയോ അത് മാനേജ് ചെയ്യുന്നു. ശരി ചേട്ടാ, ചേച്ചിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് പറയണേ, ഞാനും അച്ഛനും കൂടി വരാം. ശരി രജിത, ശ്രദ്ധിക്ക്. ഇങ്ങനെ പറഞ്ഞ് അരവിന്ദ് ഫോൺ കട്ട് ചെയ്യുന്നു. സുഭദ്ര ഗണപതിയുടെ വിഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു. ഇത് കണ്ട് രണ്ടു മക്കളും അങ്ങോട്ട് വരുന്നു. അമ്മ ഇങ്ങനെ എത്ര നേരം നിൽക്കും? അവിടെ ഇരിക്കി, ഇല്ലെങ്കിൽ കാല് വേദനിക്കും. സാരമില്ല മോനെ, എന്റെ വിഷമം ഭഗവാൻ മനസ്സിലാക്കിയേ തീരൂ. അവർക്കറിയാം അമ്മേ, അവർ എല്ലാം നന്നായി നോക്കുന്നുണ്ടല്ലോ. സുഭദ്ര അവിടെ നിന്ന് മാറി 3 പേരും അവിടെയുള്ളൊരു ചെയറിൽ ഇരിക്കുന്നു. ഈ മരുന്ന് പെട്ടെന്നൊന്ന് പോയി വാങ്ങിച്ചിട്ട് വരൂ. അതുപോലെ ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ വന്നു നിൽക്കണം. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പറയണമല്ലോ. ശരി സിസ്റ്റർ. ചേട്ടാ, നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് തന്നെ നിൽക്ക്, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം. അമ്മേ, ഇവിടെ ഇരിക്കി. അരവിന്ദ് മരുന്ന് വാങ്ങാൻ പോകുന്നു. സുഭദ്ര അവിടെയുള്ള ഒരു ചെയറിലിരിക്കുന്നു. മനോഹർ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്നു. അരവിന്ദ് മരുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നഴ്സിന് കൊടുക്കുന്നു. നഴ്സ് അതും കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അരവിന്ദ്, നീ അമ്മയുടെ അടുത്തിരിക്കി, ഞാൻ ഇവിടെ നിൽക്കാം. ശരി ചേട്ടാ, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ശരി അനിയ. അരവിന്ദ് സുഭദ്രയുടെ അടുത്തേക്ക് പോയി അവളുടെ അടുത്തിരിക്കുന്നു. ഓപ്പറേഷന്റെ ഇടയിൽ BP കൂടി കവിതയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നു. അപ്പോൾ തന്നെ കവിതയെ ഡോക്ടർ ICUവിലേക്ക് മാറ്റുന്നു. ഡോക്ടറുടെ മുറിയിലേക്ക് വരുന്നു. ഇത് കണ്ട് മനോഹറും അരവിന്ദും ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് BP കൂടി, ബോധം നഷ്ടപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ICUവിലാണ്. 24 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് അവിടെ കറണ്ട് പോകുന്നു. പുറത്ത് നല്ല ഇടിയും മിന്നലും മഴയും എല്ലാം ഒന്നിച്ചു വരുന്നു. സെക്യൂരിറ്റി ജനറേറ്റർ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അത് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വരുന്നു. സെക്യൂരിറ്റി, എന്താ പ്രശ്നം? പെട്ടെന്ന് ICUവിൽ കവിത എന്നൊരു പേഷ്യന്റ് ഉണ്ട്. ഓക്സിജൻ വേണം, ഇല്ലെങ്കിൽ അവൾ മരിച്ചുപോകും. അപ്പോ തന്നെ ഒരു മിന്നൽ ഭൂമിയിൽ തട്ടുന്നു. ആ മിന്നലിന്റെ ആഘാതത്തിൽ ഒരു മരം അങ്ങനെ കത്തി താഴെ വീഴുന്നു. ഇതിനുശേഷം ഇനി എന്ത് സംഭവിക്കുമെന്ന് ആ ഭഗവാന് തന്നെ അറിയുള്ളൂ. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇനി നമ്മൾ ഗർഭിണിയായ മരുമകൾ വേഴ്സസ് മച്ചിയായ മരുമകൾ ഭാഗം 3 കാണാം. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.